ഹായ്, ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന എൻ്റെ അഡീനിയം സുന്ദരികളെയാണ്. തണ്ട് വെച്ച് കിളിപ്പിച്ച എൻ്റെ വൈറ്റ് അഡീനിയമാണ് ഈ കാണുന്നത്. നോർമലി എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു ടൈപ്പ് അഡീനിയം പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് 4 വർഷം പഴക്കമുണ്ട്. അരിയിട്ട് കിളിപ്പിച്ച അഡീനിയം പ്ലാന്റാണിത്. ഇതൊരു ചെറിയ പ്ലാന്റാണ്. ഇതിപ്പോൾ നട്ടിട്ടൊരു 2 മാസം ആയതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ പൂ വിടരുകയും ചെയ്തു. ഇത് നോർമലായിട്ട് എല്ലായിടവും കാണുന്ന ഒരു സൈസ് അഡീനിയമാണ്. നല്ല വെയിൽ കിട്ടുന്നിടത്താണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതിന് വളമായി നൽകുന്നത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്ക് കലക്കി ആഴ്ചയിൽ ഒഴിക്കും. മാത്രമല്ല ചാണകപ്പൊടിയും എല്ലുപൊടിയും വളമായി ഇടാറുണ്ട്. ദിവസവും 2 നേരം വെള്ളവും ഒഴിക്കാറുണ്ട്. ഈ അഡീനിയം പ്ലാന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തണ്ടിൽ തന്നെ 2 തരത്തിലെ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഡബിൾ പെറ്റലായിട്ടുള്ളതും സിംഗിൾ പെറ്റലായിട്ടുള്ളതും ഈ ഒരു തണ്ടിൽ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇത് സാധാരണ കണ്ടുവരുന്ന നോർമൽ വൈറ്റ് അഡീനിയമാണ്. എന്നാൽ ഇതിനൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മൾ അഡീനിയത്തിൻ്റെ അരിയിട്ട് കിളിപ്പിച്ചെടുത്ത ഒരു തൈയാണ്. ഇതും ഇപ്പം നട്ടിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ നേരത്തെ മുട്ട് വന്നു. പക്ഷേ നമ്മൾ വേറൊരു സൈസിലെ അഡീനിയത്തിൻ്റെ പ്ലാന്റാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു അഡീനിയം നമ്മൾ തണ്ട് വെച്ച് കിളിപ്പിച്ചതാണ്. ഇതിലിപ്പം മുട്ട് വരുന്നതേ ഉള്ളൂ. ഇത് ഡബിൾ പെറ്റലാണ് നട്ടിരിക്കുന്നത്. ഇതേ നോക്കിക്കേ, ഇതൊരു തണ്ടിൽ തന്നെ ഉള്ള 2 തരത്തിലെ പൂക്കളാണ്. ഒന്ന് സിംഗിൾ പെറ്റലായിട്ടും ഒന്ന് ഡബിൾ പെറ്റലായിട്ടും നിൽക്കുന്നത് കണ്ടോ.